إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل هل أنبئكم بشر من ذلك مثوبة عند الله من لعنه الله وغضب عليه وجعل منهم القردة والخنازير وعبد الطاغوت أولئك شر مكانا وأضل عن سواء السبيل സ്നേഹ ആദരണീയരായ വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തെ വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മലയാള ഭാഷയിൽ സാധാരണ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ് ശാപം, ശപിക്കുക. ഒരാൾ നന്നാവരുത്, നന്മ ഉണ്ടാവരുത്, നശിച്ചു പോട്ടെ, ഒരിക്കലും നീ ഗുണം പിടിക്കില്ല, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, അതിനാണ് മലയാളത്തിൽ ശപിക്കുക. മനുഷ്യർ തമ്മിൽ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുവാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ഒന്നിനെയും ശപിക്കരുത്, ഒരു നന്മയെയും ശപിക്കരുത്. മക്കളെ ശപിക്കരുത്, സമ്പത്തിനെ ശപിക്കരുത്. റഹ്മത്തായി റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ലഭ്യമാകുന്ന ഒന്നിനെ, മഴയെ ശപിക്കുന്ന ആളുകൾ, സമയത്തെ, കാലത്തെ ശപിക്കുന്നവർ, സമയം മോശമാണ്, ഗുരുത്തം കെട്ട സമയമാണ് എന്നൊക്കെയുള്ള പദപ്രയോഗം. എന്നാൽ ഇതിന് അധികാരമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ശപിക്കുവാനുള്ള അധികാരം റബ്ബിൽ മാത്രം നിക്ഷിപ്തമാണ്. ചില സ്വഭാവങ്ങളെ, ചില വ്യക്തികളെ വിശുദ്ധ ഖുർആനിന്റെ ഒട്ടനവധി വചനങ്ങളിലൂടെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ശാപം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ അകലട്ടെയാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള നന്മയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവൻ അകന്നു പോകട്ടെ, അവൻ ശാശ്വതനായി കഠിനമായ ശിക്ഷകൾക്ക് വിധേയനാക്കപ്പെടട്ടെ എന്നുള്ളത്. അത് അവന്റെ ചെയ്തികളാണ് അത്തരത്തിലുള്ള ഒരു പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഏതൊരു നന്മയും അത് ലഭ്യമാകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി
ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തോ അത് ചെയ്യുന്നവനുമായിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയും. ആരെങ്കിലും അള്ളാഹുവിന്റെ ശാപങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ പിന്നെ അവനൊരു നന്മ ദുനിയാവിലോ ആഖിറത്തിലോ പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 60-ാമത്തെ ആയത്തിലൂടെ, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അറിയിക്കേണ്ട വിവരം എന്താ? ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസ്ഹൂബതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അതിനേക്കാൾ മോശമായ മറ്റൊരു തിന്മയുമില്ല, മറ്റൊരു മോശമായ അവസ്ഥയുമില്ല, മറ്റൊരു മോശമായ പ്രതിഫലവുമില്ല. ചില ആളുകൾക്ക്, ആരാണവർ? അവര് മൻ ലഅനഹുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തിന് വിധേയരായ ആളുകൾ, വഗളിബ അലൈഹി, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയരായ ആളുകൾ, റബ്ബിന്റെ കോപത്തിന്, റബ്ബിന്റെ ലഅനത്തിന് വിധേയമായ ചില ആളുകൾ. അതിനേക്കാൾ മോശമായ ഒരു പര്യവസാനം, മറ്റൊരു പ്രതിഫലം ആർക്കും വരാനില്ല. അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു മൻ യൽഅൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ കോപം ആർക്കെങ്കിലും ലഅനത്ത് ലഭ്യമായി കഴിഞ്ഞാൽ ഫലൻ തജിദ ലഹു നസീറ, അവന് പിന്നെ ഒരു സഹായി, ഒരു നന്മയിലേക്ക് പിന്നെ ഒരു വഴികാട്ടി, പിന്നെ പിന്തുണക്കാൻ ആരും ഉണ്ടാവില്ല റബ്ബിന്റെ ശാപ കോപ താപങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ. വിശുദ്ധ ഖുർആൻ ലഅനത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വൈലുൻ, നാശം, നശിക്കട്ടെ, അവന് കടുത്ത ശിക്ഷയാണ്. വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ, വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഒരുപാട് പ്രയോഗങ്ങളെ കാണാൻ സാധിക്കും. ഖാത്തല എന്ന് കാണാം, ഖുത്തില എന്ന്. ഖാത്തല അല്ലാഹുൽ യഹൂദ്, യഹൂദികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനത്ത്, ഖുത്തില, വൈലുൻ. സൂറത്ത് മസദിലൂടെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബ് അവന്റെ ഇരു കരങ്ങളും നശിച്ചു. വതബ്, അവൻ നശിക്കണം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ലഅനത്തിന് വിധേയരായി കഴിഞ്ഞാൽ അവന്റെ ദുനിയാവ് പ്രയാസകരമായിരിക്കും, അവന്റെ ആഖിറവും പ്രയാസകരം. അത് അത്തരമൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്താണ് പരിഹാരമാർഗം? വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ആരെക്കുറിച്ചൊക്കെ ലഅനത്തിനും മറ്റു പദപ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടോ ആ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുക. യഥാർത്ഥ വിശ്വാസിയായി, ഒരു ശുദ്ധനായ മുവഹിദായി, മുത്തഖിയായി, മുസ്ലിഹായി ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടത്. ഏതാനും ചില ഖുതുബകളിലൂടെ, 3-4 ഖുതുബകളിലൂടെ, ഈ ഒരു പ്രയോഗങ്ങളിലൂടെ, അമിതമായ വിശദീകരണങ്ങളില്ലാതെ കേവലം ആരാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയതിലൂടെ കടന്നു പോവുകയാണ്. ഒന്നാമതായി കുഫാറുകൾ, കാഫിറുകൾ. 2 മുനാഫിഖുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 161-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന കഫറൂ, കാഫിറുകളായ ആളുകൾ, വമാതു വഹും കുഫാർ, അവർ കുഫറിൽ തന്നെ ആയിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്താൽ, ജീവിതത്തിൽ കുഫർ കാണിച്ചു, മരിച്ചതും അതേ അവസ്ഥയിൽ തന്നെ, ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടായിരിക്കും, അവർക്ക് മലക്കുകളുടെ ലഅനത്തുണ്ടായിരിക്കും, സർവമാന മനുഷ്യരുടെയും ലഅനത്ത് അവരുടെ മേലുണ്ടായിരിക്കും. ആരെ കുറിച്ചാ പറഞ്ഞത്? കാഫിറിനെ കുറിച്ച്. ആരാ കാഫിർ? കുഫർ 2 വിധമാകുന്നു. കുഫർ 2 വിധമാണ്. ഒന്ന്, നാവ് കൊണ്ട് കുഫറിന്റെ പ്രഖ്യാപനം, ദൈവമില്ല, പരലോകമില്ല, വേദഗ്രന്ഥങ്ങളില്ല, പ്രവാചകന്മാരില്ല, എല്ലാം കെട്ടുകഥകളാണ്. ആരൊക്കെയോ ഏതൊക്കെയോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ സ്വഭാവത്തിന് അനുസരിച്ചുകൊണ്ട് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഏതാനും ചില കാര്യങ്ങൾ, അതൊക്കെ ഗോത്രവർഗ സംസ്കാരങ്ങളിലേക്ക് യോജിച്ചതാ. ആധുനിക കാലഘട്ടത്തിലേക്ക്, ശാസ്ത്രത്തിന്റെ യുഗത്തിലേക്ക് അതൊന്നും യോജിച്ചതല്ലെന്ന് പറഞ്ഞുകൊണ്ട് വേദഗ്രന്ഥങ്ങളെ ധിക്കരിക്കുന്ന, അതിനെ തീരെ പൂർണ്ണമായി തമസ്കരിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അതാരാ? അള്ളയുണ്ട്, പരലോകമുണ്ട്, വിശ്വാസിയാണ്. പക്ഷേ അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ, അവനോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ
വിശ്വസിക്കാതിരിക്കുക. വിശ്വസിക്കരുതെന്ന് പറഞ്ഞത് വിശ്വസിക്കുക. ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുക. പ്രമാണങ്ങളിലൂടെ കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വിരോധിക്കപ്പെട്ടത് സ്വീകരിക്കുകയും ചെയ്യുന്ന അത് കുഫ്റാകുന്നു, അത് നിഷേധമാകുന്നു. അത് വാക്കുകൊണ്ടല്ല, അത് അമല് കൊണ്ടുള്ള നിഷേധമാണ്. രണ്ടാമത്തെ വിഭാഗം അവര് മുനാഫിഖുകളാണ്. നിഫാഖ് രണ്ട് വിധമാണ്. ഒന്ന് പച്ചയായി ഈമാനിന്റെ വിഷയത്തിലുള്ള നിഫാഖ്, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറയുക, എന്നിട്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അവനൊന്ന് മിരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ ഈമാനിന്റെ വിഷയത്തിൽ നാവ് കൊണ്ടുള്ള നിഫാഖ് പ്രകടിപ്പിക്കുക, അവൻ ഒരിക്കലും തിരിച്ചു പോരാൻ കഴിയാത്ത വിധം നരകത്തിൽ നിത്യവാസിയായിരിക്കും. മുശ്രിക്കിന്റെ അതേ വിധി തന്നെയാണ്, ഹുക്മ തന്നെയാണ് അവന്. കാഫിറിന്റെ അതേ ഹുക്മ തന്നെയാണ്. രണ്ടാമത്തെ ഒരു നിഫാഖുണ്ട്, അത് കർമ്മങ്ങളിലുള്ള നിഫാഖ്. മുസ്ലിമാണ്, അവൻ ഷഹാദത്ത് പ്രഖ്യാപിച്ചവനാണ്, മുസ്ലിം സൊസൈറ്റിയിലെ മെമ്പറാണ്, നിസ്കാരം എന്ന് തോന്നുമ്പോഴാണ്. 5 നേരം നിസ്കാരമൊന്നുമില്ല, ചിലപ്പോൾ 4 വഖത്ത് മാത്രം നിസ്കരിക്കുന്ന ചില മഹാന്മാരായ ആളുകൾ, ചില 1 വഖത്ത് മാത്രം നിസ്കരിക്കുന്ന ചില വലിയ വലിയ ആളുകൾ, വെള്ളിയാഴ്ച ജുമഅക്ക് മാത്രം പള്ളിയിൽ വരുന്ന ചില മഹാന്മാരായ ആളുകൾ, ഇങ്ങനെ കുറെ ആളുകൾ. ഇത് പച്ചയായ കാപട്യം. മുസ്ലിമാണെന്ന് പറയുകയും മുസ്ലിം അല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. നാവുകൊണ്ട് ഞാൻ മുസ്ലിം അല്ലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പള്ളിക്കോൻ വരും, വെള്ളിയാഴ്ച വരുള്ളൂ എന്ന് മാത്രം. ചില ആൾക്കാർ പെരുന്നാക്ക് മാത്രമേ വരുള്ളൂ എന്ന് മാത്രം. ഇത് അമലിലുള്ള നിഫാഖാണ്. 2 തരത്തിലുള്ള നിഫാഖുണ്ട്, 2 തരത്തിലുള്ള കുഫറുണ്ട്. ഏത് മേഖലയിലായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആ വിഭാഗം ആളുകളാണ് അവർ. അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാൻ 86, 87, 88 വചനങ്ങളിലൂടെ കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വശഹിദു അന്ന റസൂല ഹഖ്ഖുൻ വജാഅഹുൽ ബയ്യിനാത്ത്. വ്യക്തമായ വിശദീകരണങ്ങൾ. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രവാചകനെ നിയോഗിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യപൂർണമായ പ്രവാചകന്റെ നിയോഗം. ഇങ്ങനെ കൃത്യമായ തെളിവുകൾ, പ്രമാണങ്ങളും റിസാലത്തും ലഭ്യമായതിനു ശേഷം ഈമാനിൽ നിന്ന് കുഫറിലേക്ക് മടങ്ങിയ ആളുകൾ, അവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗദർശനം ഉണ്ടാവുക എന്ന്. ഇസ്ലാം കേൾക്കാൻ ഭാഗ്യമുണ്ടായി, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കാനുള്ള അവസരമുണ്ടായി, പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നും ദീൻ പഠിക്കാനുള്ള സാഹചര്യം, സന്ദർഭം ഉണ്ടായി. എന്നിട്ട് അവനത് മനസ്സിലാക്കി, എന്നിട്ട് അവനെ വിട്ടേച്ച് കളയുന്നു. പിന്നീട് അവൻ കുഫറിലേക്ക് മടങ്ങുന്നു. അവന് പിന്നീട് ഒരു മാർഗദർശനം എങ്ങനെ ലഭിക്കാനാണ്? അല്ലാഹു പറയുന്നു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇത്തരത്തിലുള്ള ദുൽമ കാണിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം നൽകുകയില്ല. ഉലൈക ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക വന്നാസി അജ്മഈൻ. ദീനിൽ വന്ന് ഈമാൻ സ്വീകരിച്ച് പിന്നീട് കുഫറിലേക്ക് മടങ്ങിപ്പോയ ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. അവരെ മലക്കുകൾ ശപിക്കുമെന്ന്, മുഴു സമൂഹവും ജനസമൂഹവും അവരെ ശപിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വീണ്ടും കാണാം സൂറത്ത് അഹ്സാബിന്റെ 64, 65, 66 ആയത്തുകളിലൂടെ ഇന്നല്ലാഹ ലഅനൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും സഈറാ, ജ്വലിക്കുന്ന അഗ്നിയുടെ നരകം അവർക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, അവർ അവിടെ നിത്യവാസികളായിരിക്കും. ലാ യജിദൂന വലിയ്യൻ വലാ നസീറാ, ഒരു സഹായിയെ, ഒരു വലിയനെ, ഒരു രക്ഷാധികാരിയെ അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാഅന അല്ലാഹ വ അതാഅന റസൂൽ. അവര് നരകത്തിൽ നാളെ അവരുടെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിച്ചു മറിക്കപ്പെടുന്നതാണ്. അവര് പറയും, വല്ലാത്ത കഷ്ടം, അള്ളാഹിനെയും റസൂലിനെയും സ്വീകരിച്ചില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും എന്നുള്ളത്. വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ് കുഫർ കാണിക്കുന്ന ആളുകൾ, നിഫാഖ് പ്രകടിപ്പിക്കുന്ന ആളുകൾ. 3, 4 ജൂതന്മാരും ക്രൈസ്തവരുമാണ്. ജൂത ക്രൈസ്തവ സമൂഹം, ബനൂ ഇസ്രായേൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനസമൂഹം, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പ്രബോധിത സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രത്തിൽ ഒട്ടനവധി നന്മകൾക്ക് റഹ്മത്തിന് വിധേയരാക്കപ്പെട്ട സമൂഹമാണ് ബനൂ ഇസ്രായേൽ സമൂഹം. ഒരുപാട് നന്മകൾ. ഫറോവയുടെ കിരാതമായ ഭരണത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് സീന മരുഭൂമിയിലേക്ക് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി.
അവിടെ അവർക്ക് ഭക്ഷണം നൽകി, മന്നയും സെൽവയും ഇറക്കി കൊടുത്തു പിടിച്ചതുണ്ട്. കുടിക്കാൻ വെള്ളമില്ലാതിരുന്നപ്പോൾ അവർക്കത് അനുവദിച്ചു കൊടുത്തു. ഒരൊറ്റ പാറയിലേക്ക് മൂസാ നബിയുടെ കൈവശമുണ്ടായിരുന്ന വടി കൊണ്ട് അടിച്ച് അതിൽ നിന്ന് 12 രൂപികൾ, ഒറ്റപ്പാറയിൽ നിന്ന് 12 ഗോത്രങ്ങൾക്ക് യാക്കൂബ് നബിയുടെ 12 മക്കളിൽ നിന്ന് രൂപീകൃതമായ 12 തലമുറകൾക്ക് വേണ്ടി റബ്ബ് സൃഷ്ടിച്ചു കൊടുത്തു. പക്ഷേ പച്ചയായ കപടന്മാരായി, പച്ചയായ ധിക്കാരികളായി, താന്തോന്നികളായി, തെമ്മാടികളായി, വിഗ്രഹാരാധകരായി ആ സമൂഹം മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചു. അവരെ ശാപവാക്കുകൾ അവരുടെ പല വിഷയങ്ങളിൽ റബ്ബ് ചൊരിഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലുഅനല്ലദീന കഫറൂ, കാഫിറുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. ആരാണവർ? മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിൽ നിന്ന്. അലാ ലിസാനി ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവ് കൊണ്ട്. ഈസ ഇബ്നു മറിയമിന്റെയും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നാവ് കൊണ്ട് ശപിക്കപ്പെട്ട ബനൂ ഇസ്രായീലിൽപ്പെട്ട കാഫിറുകളായ ആളുകൾ. അവരെ അനുസരണക്കേട് കാണിച്ചു, അവര് കൊടിയ അക്രമങ്ങൾ അവർ കൈക്കൊള്ളുകയും ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, മിനല്ലദീന ഹാദു, യഹൂദികളായ ആളുകൾ, യഹൂദികളിൽ നിന്നുള്ള ആളുകൾ, يحرفون الكلمة عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع وراعنا. അവരോട് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും ഇന്നത് പറയണം എന്ന് കൽപ്പിച്ചിരുന്നു, ഉൻമുർന എന്ന് പറയണമെന്ന് കൽപ്പിച്ചു. പക്ഷെ അവര് റാഇന എന്നവർ പറഞ്ഞിരുന്നത്. സമീഅന വ അതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ സമീഅന വ അസൈന, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അസൈന, ഞങ്ങൾ എതിർ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവരായി മാറിയത്. പറഞ്ഞ പദങ്ങളെ പരസ്പരം മാറ്റുന്ന ആളുകൾ. ശുദ്ധ ഖുർആനിൽ വേദഗ്രന്ഥത്തിലൂടെ ഒരു കാര്യം കൽപ്പിച്ച് ആ കലിമത്തുകളെ മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയ ആളുകൾ, ആ ആളുകൾ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ വഫാത്തിനോടടുത്ത സന്ദർഭം പല വസിയത്തുകൾ, പല കാര്യങ്ങൾ, 3 ദിവസം ശക്തമായ പനി ബാധിച്ചു കിടന്നു, ഇടക്ക് ബോധം നഷ്ടപ്പെട്ട് ഇടക്ക് ബോധം തിരിച്ചു വരുന്ന സമയത്ത് വസിയത്തുകൾ നൽകി, പല കാര്യങ്ങൾ, പല ഉപദേശങ്ങൾ നൽകി. ആ സംസാര മധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ, ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദികളും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. പള്ളികൾ, ആ പള്ളികളിൽ മുൻകഴിഞ്ഞു പോയ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, അവരുടെ പ്രവാചകന്മാർ അവരുടെ ഖബറുകളെ പള്ളികളാക്കി മാറ്റി, ഖബറുകൾക്ക് മുകളിൽ എടുപ്പുണ്ടാക്കിയവര്. എന്നിട്ട് ആ ഖബറിന്റെ മുൻപിൽ അവർ സുജൂദ് ചെയ്യുന്ന ആളുകൾ, പള്ളിക്കകത്തും പള്ളിയോട് അറ്റാച്ച് ചെയ്തുമോ ഒക്കെ ഖബറുകൾ സ്ഥാപിച്ച് അവയുടെ മുൻപിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന ആളുകളായി മാറി. അത് മുഖേന കൊടിയ പാപമാണ് റബ്ബല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥന. അത് ചെയ്തു എന്ന കാരണം കൊണ്ട് അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നമ്മെ അറിയിക്കുന്നത്? ആ ഒരു പ്രവണത, കുഫ്ർ നമ്മിലേക്ക് വരാതിരിക്കാൻ, നിഫാഖ് നമ്മിൽ ഇല്ലാതിരിക്കുവാൻ, ജൂത ക്രൈസ്തവന്മാർ ബനൂ ഇസ്രായീലിയുടെ അധമമായ സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങൾ ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിയെ തൊട്ട് തീണ്ടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 5-ാമതായി അല്ലാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, കുറ്റപ്പെടുത്തുന്നവർ, ഇകഴ്ത്തുന്നവർ, ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ. ഇങ്ങനെ അല്ലാഹ്ക്ക് പ്രയാസം ഉണ്ടാക്കുക, ദീനിനെ പരിഹസിക്കുക, പ്രവാചകന്മാരെ ശാരീരികോപദ്രവങ്ങൾ നടത്തുക, അവരെ മാനസികോപദ്രവങ്ങൾ നടത്തുക, അവരുടെ പ്രമാണങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക, പ്രമാണങ്ങളെ കോട്ടിമാറ്റുക, അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ അഫ്ആലുകളെ, അള്ളാഹുവിന്റെ അസ്മാഇകളെ അത് എന്താശയത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടോ അതിന് വിരുദ്ധമായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകുക, അള്ളാഹുവിന്റെ അഫ്ആലുകളെ മോശമായി കൊണ്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുക. ഇതൊക്കെ റബ്ബിനെയും റസൂലിനെയും
ധിക്കരിക്കുന്ന, ഉപദ്രവിക്കുന്ന സ്വഭാവമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ്, അള്ളാഹുവിനെ ഉപദ്രവിക്കുന്ന ആളുകൾ, വറസൂലഹു, അവന്റെ റസൂലിനെ ഉപദ്രവിക്കുന്ന ആളുകൾ, ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളാണ്. മതത്തെ പ്രയാസപ്പെടുത്തും. ഒരാള് വിശ്വസിക്കുന്നില്ല, അയാൾക്ക് അവിശ്വാസിയായി അയാളുടെ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി ഒറ്റക്ക് അങ്ങ് ജീവിച്ചാൽ ഏത് പ്രയാസം. പക്ഷേ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുക, ഇസ്ലാമിന്റെ സാങ്കേതികമായ ശബ്ദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും, സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, പ്രവാചകന്റെ പിറകെ നടന്ന് കാഹിനാണ്, ഷാഹിറാണ്, സാഹിറാണ്, മജ്നൂനാണ് എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുക, വഴിയിലൂടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക, പ്രബോധന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നിത്യാദിയുള്ള മതത്തെ ഉപദ്രവിക്കുന്ന സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ട വിഭാഗമാകുന്നു. അവർക്ക് അപമാനകരമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ സംസാരങ്ങളെ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി പറയുക. ഖുദ്സിയായ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, യുദീനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു, ഉപദ്രവിച്ചിരിക്കുന്നു. അല്ലാഹു പറയാ, ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്താ സംഭവം? എന്താ? യുസുബ്ബുദ്ദഹർ, അവൻ കാലത്തെ ചീത്ത വിളിക്കുന്നവൻ. കാലം മോശം, രണ്ട് കച്ചവടം ചെയ്താണ് പൊളിഞ്ഞ, നിന്റെ സമയം മോശമാണ്, സമയം മോശമാണ്, കാലം മോശമാണ്, ദിവസം മോശമാണ്. അല്ലാഹു പറയുന്നു, വഅനദ്ദഹർ, ഞാനാണ് കാലം. എന്താ ഞാനാണ് കാലം എന്ന് പറഞ്ഞ അല്ലാഹു തന്നെ അത് വിശദീകരിക്കും. തഫ്സീർ അല്ലാഹു തന്നെ നൽകുന്നുണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ. എന്താണ്? ബിയദി അൽ അംർ, കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലാകുന്നു. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാപ്പകലുകളെ മാറ്റിമറിക്കുന്നവൻ ഞാനാകുന്നു. കാലത്തെ കറക്കുന്നവൻ, കാലത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നവൻ, കാലം മുന്നോട്ട് ചലിക്കാൻ ആവശ്യമായ രാപ്പകലുകളെ മാറ്റുന്നവൻ, രാപ്പകലുകൾ മാറാൻ ആവശ്യമായ ഭൂമിയുടെ കറക്കത്തെ നിയന്ത്രിക്കുന്നവൻ, സൂര്യന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നവൻ. അത് കാലം എങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്റെ കയ്യിലാകുന്നു. കാലത്തെ കുറ്റപ്പെടുത്തിയാൽ അത് എന്നെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാകുന്നു. അങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, റബ്ബിനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ, ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അവന്റെ മേൽ ദുനിയാവിലും ആഖിറത്തിലും റബ്ബിന്റെ ശാപമുണ്ടായിരിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ കുറച്ച് സമയം നുബൂവത്ത് കിട്ടിയിട്ട് രഹസ്യമായ പ്രബോധനമായിരുന്നു. അർഖം ഇബ്നു അർഖമിന്റെ വീട്ടിൽ, ഇന്നത്തെ സൊഫ, ആ സൊഫയിലേക്ക് ഇങ്ങനെ കുന്ന് കയറുന്നതിന്റെ അതിന്റെ താഴ്വാര ഭാഗത്തായി കൊണ്ടായിരുന്നു ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിനകത്ത് വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത്. ആ വീട്ടിനകത്തേക്ക് വന്ന് പ്രവേശിച്ചുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെല്ലാം കടന്നു വരും. പിന്നീട് വിശുദ്ധ ഖുർആന്റെ വചനം ഇറങ്ങി, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നീ മുന്നറിയിപ്പ് നൽകണം, താക്കീത് നൽകണം. ഏറ്റവും അടുത്ത കുടുംബ ബന്ധുമിത്രാദികൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുണ്ടായ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശൻ ഫജ്തമിഉ, എല്ലാവരെയും റസൂലുള്ളാഹി ഒരുമിച്ച് കൂട്ടി. റസൂലുള്ളാഹി അങ്ങ് സഫയിലേക്ക് കയറി. എന്നിട്ട് റസൂലുള്ളാഹി അങ്ങനെ വിളിച്ചു, യാ ബനി കഅബ്, യാ ബനി കഅബ് ബിൻ ലുഐ, ലുഐന്റെ പുത്രൻ കഅബിന്റെ സന്തതികളെ. റസൂലുള്ളാഹിയുടെ വാപ്പ അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാഷിം ഇബ്നു അബ്ദു മനാഫ്, ആ കുടുംബ താവഴിയില് ഓരോ തറവാട്ട് കാരണവന്മാരെയും, വല്ലിപ്പാന്റെ വല്ലിപ്പ അവരുടെ കുറെ മക്കള്, വല്ലിപ്പാന്റെ വാപ്പ അവരുടെ കുറെ മക്കള്, വല്ലിപ്പയുടെ കുറെ മക്കള്, ഓരോരുത്തരുടെ കുടുംബത്തിന്റെ താവഴി പേരെടുത്ത് ഇങ്ങനെ വിളിച്ചു, യാ സഫിയ്യ, യാ ഫാത്തിമ, എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൃത്യമായി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. കേട്ട് 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 പരിചയിച്ച വാചകങ്ങളെ ആവർത്തിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു, സ്വീകരിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകനെ ദ്രോഹിക്കുന്നു. മുഖത്ത് നോക്കി ഒന്നാമത്തെ പരസ്യമായ പ്രതികരണം സ്വന്തം പിതാവിന്റെ സഹോദരനായിരുന്ന അബൂലഹബിന്റെ നാവിന്റെ തുമ്പിൽ നിന്നായിരുന്നു. തബ്ബല്ലക്,
നിനക്ക് നാശമുണ്ടാവട്ടെ, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത്? എന്താ പറഞ്ഞതെന്താ? വിഗ്രഹങ്ങൾ ആരാധിക്കരുത്, എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, പ്രാർത്ഥനകൾ റബ്ബിന്റെ മുൻപിലേക്ക് മാത്രമായിരിക്കണം, മരണാനന്തരം സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇസ്ലാമിന്റെ തൗഹീദും ഇസ്ലാമിന്റെ ആഖിറത്തും ഇസ്ലാമിന്റെ റിസാലത്തും. ഇസ്ലാം എന്താന്ന് ചോദിച്ചാൽ മൂന്നായിക്കൊണ്ടാണ് ചുരുക്കി സംസാരിക്കുക. ഇസ്ലാമിന്റെ ബേസ്മെന്റ് അത് തൗഹീദും ആഖിറത്തും റിസാലത്തും. ഇത് മൂന്നും ഒന്ന് രണ്ട് വാചകങ്ങളിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ കേൾപ്പിച്ചത്. സ്വീകരിച്ച ആളുകൾ ധാരാളമായിരുന്നു. പക്ഷേ എതിർപ്പിന്റെ ഉപദ്രവത്തിന്റെ ആളുകൾ അതിന്റെ തുടക്കം ഉദ്ഘാടന കർമ്മം. ആ ആളുകളെ അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ പ്രതികരിച്ചു. ആ പറഞ്ഞ അബൂ ലഹബ് ഉണ്ടല്ലോ, അവൻ നശിക്കട്ടെ എന്ന്. നശിച്ചു ചരിത്രത്തിൽ അബൂ ലഹബ് നശിച്ചു. ഇതുണ്ടാകുന്നത് നുബുവത്തിന്റെ തുടക്കകാലത്താണ്. അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആൻ. നുബുവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ 13 വർഷക്കാലം മക്ക രാജ്യത്തെ റസൂലുള്ളാഹി ജീവിച്ചിട്ടുണ്ട്. ഈ 13 കൊല്ലക്കാലം ഈ സൂറത്ത്, വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ ഓതി കേൾക്കുകയായിരുന്നു അബൂ ലഹബ്. ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടുകൂടി ആയത്ത് ഒളിഞ്ഞു പോകുമായി. പക്ഷെ പറയാൻ തോന്നിയിട്ടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്താണ് പ്രകടമാക്കുന്നത്. പിന്നീട് മദീനയിലേക്ക് പോയി. 1-ാം കൊല്ലം കഴിഞ്ഞു. 2-ാമത്തെ കൊല്ലം ബദർ ഉണ്ടായി. റമദാൻ മാസത്തിൽ ബദർ കഴിഞ്ഞ് 6-ാമത്തെ ദിവസമാണ് അബൂ ലഹബ് മരിക്കുന്നത്. 15 കൊല്ലം ഈ വാചകം കേൾക്കാനുള്ള അവസരം അബൂ ലഹബിന് ഉണ്ടായിട്ടും തിരുത്താൻ അവൻ സന്നദ്ധനായിട്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അബൂ ലഹബ് നശിക്കട്ടെ എന്ന് പറഞ്ഞത്? അള്ളാഹുവിനെ ഉപദ്രവിച്ചു, ദീനിനെ ഉപദ്രവിച്ചു, പ്രമാണത്തെ ഉപദ്രവിച്ചു, പ്രവാചകനെ ഉപദ്രവിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സൂക്ഷ്മത ഇത്തരത്തിലുള്ള സംസാരങ്ങളിൽ നമ്മൾ വെച്ചു പുലർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയും കൃത്യമായി മനസ്സിനകത്ത് പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ, പോയിന്റുകൾ ഉണ്ടാവുന്നു. ജീവിതത്തിൽ കുഫ്ർ കാണും. അല്ലാഹ് എന്ത് വിശ്വസിക്കാൻ പറഞ്ഞോ അത് അപ്പടി വിശ്വസിക്കും, എന്ത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞോ അത് വിശ്വസിക്കാൻ പാടുള്ളത്. കർമ്മങ്ങൾ, ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ, കർമ്മങ്ങൾ പഠിക്കും. അല്ലാഹ് കൽപ്പിച്ച ഒരു കാര്യത്തിന് ധിക്കാര മനോഭാവം, അമല് കൊണ്ട് ഞാൻ ഒന്നിനെ എതിർത്തിട്ടൊന്നുമില്ല എന്നൊരു മനസമാധാനത്തിൽ കഴിഞ്ഞുകൂടാനുള്ളതല്ല, മറിച്ച് തന്റെ കർമ്മം കൊണ്ട് താനത് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാവുന്നു. അതുകൊണ്ട് കുഫ്റില്ലാതെ, നിഫാഖില്ലാതെ, ജൂത ക്രൈസ്തവരുടെ ദുഷ്ട സ്വഭാവങ്ങളില്ലാതെ, ദീനിനെ ഉപദ്രവിക്കാതെ ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ ഒരു മേഖല വിശാലമാണ്. ഏതാനും ചില ഖുതുബകളിലൂടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപങ്ങൾക്ക് ഒരിക്കലും വിധേയരാകാതെ ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാർ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു മറ്റൊരു വിഷയം, കൊലപാതകം. സൂറത്തു നിസാഇന്റെ 93-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, അമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമ ഖാലിദൻ ഫീഹാ. ഒരാൾ ഒരു വിശ്വാസിയെ ബോധപൂർവം വധിച്ചാൽ അവൻ നരകത്തിൽ നിത്യവാസിയായി. വഗളിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടായി. വലഅനഹു, അവന്റെ ശാപവും ഉണ്ടായിരിക്കും. വഅഅദ്ദ ലഹു അദാബൻ അളീമ, വമ്പിച്ച ശിക്ഷ അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കൊലപാതകം എന്ന് പറയുന്ന പ്രവൃത്തി. നമ്മളാരും ബോധപൂർവമാരെയും കൊല്ലാറില്ല. പക്ഷെ അബദ്ധങ്ങൾ, നമ്മുടെ ചെറിയ ചെയ്തികൾ, മനഃപൂർവമല്ലാത്ത നരഹത്യകൾക്ക് പോലും നമ്മുടെ പെരുമാറ്റങ്ങൾ ഒരു കാരണമായി തീരാൻ പാടില്ല എന്ന്
ഓർക്കേണ്ടത്. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചു, ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഡ്രൈവിങ്ങിന്റെ ഒക്കെ ഒരു മേഖല, അമിതമായി ഒരാൾ വണ്ടി ഓടിച്ചു അമിത വേഗതയിൽ, അത് ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് കിട്ടാതെ പോയാൽ മുമ്പിലുള്ളവൻ്റെ നെഞ്ചത്ത് കൂടെ പോയി കയറും. അത് ലെഫ്റ്റിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് സൈഡിലുള്ളവൻ്റെ നെഞ്ചത്ത്, ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലേക്കാണ് പോയി കയറും. 1, 2, 3 ആളുകൾക്ക് നമ്മുടേതല്ലാത്ത ബോധപൂർവ്വം കൊല്ലണം തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ കഫാറത്തുകൾ ചർച്ച ചെയ്തെടുത്ത് ബോധപൂർവമല്ലാത്ത നരഹത്യക്കുള്ള കഫാറത്ത് സൂചിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. സംഭവിച്ചു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസിയെ കൊല്ലരുതെന്നാണ്. വിശ്വാസി അല്ലാത്തവരെ കൊല്ലാൻ പറ്റുമോ? തീരെ പാടുള്ളതല്ല. അല്ലാഹു വീണ്ടും പറയുന്നു സൂറത്തു മാഇദയിലൂടെ, മൻ ഖതല നഫ്സൻ, ഒരാളെ കൊന്നാൽ, ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, അതിന് കൊല്ലാൻ അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, അതുപോലെ ഒരാളെ കൊന്നതിന് കൊല്ലുക എന്നിത്യാദി കാര്യങ്ങൾ കൊണ്ടല്ലാതെ ന്യായമായി മതം അനുവദിച്ച 3 കാരണങ്ങളുണ്ട് ഒരു നഫ്സിനെ ഹനിക്കുവാൻ. അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരാളെ കൊന്നാൽ ഒരാളെ കൊന്നതിന്റെ ശിക്ഷ അത് മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാകും. അത്രമാത്രം കടുത്ത ഒരു പാപമാകുന്നു ആളുകളെ വധിക്കുക എന്ന്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. മറ്റൊരു വിഭാഗം ആളുകൾ ദുനിയാവിൽ അക്രമം കാണിക്കുന്നവർ. അക്രമം എന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാൽ ക്രമമല്ലാത്തത് എന്നാണ്. ക്രമമല്ലാത്തതൊക്കെ അക്രമമാണ്. ക്രമം അല്ലാത്തത് ഏതോ അതൊക്കെ അക്രമമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ആരംഭിക്കുന്നത് ഒമന്നമുലം, അവനേക്കാളും വലിയ അക്രമി ആരാണുള്ളത്. കുറെ ആയത്തുകൾ അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഉലൈകഹുമുൽ അലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാരൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒന്ന് എഴുതി വെച്ച് പഠിക്കണം. ആരെക്കുറിച്ചാണ് അള്ളാഹ് ഖുർആനിൽ ലാലിമുൻ, അക്രമി എന്ന് വിശേഷിപ്പിച്ചത്? ആ അക്രമികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ ഞാൻ ഓതി കേൾപ്പിച്ച വചനം 114-ാമത്തെ ആയത്ത്. ആരാ അക്രമി? അമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ തടയുന്ന ആളുകൾ. എന്തിനു വേണ്ടി? അയ്യുദ്കറ ഫീഹാ ഇസ്മു, അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുന്നത് തടയുന്ന ആളുകൾ. വസഅ ഫീ ഖറാബിഹാ, അതിന്റെ നാശത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ. പള്ളിയിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ പ്രവേശിക്കുന്നത് തടയുന്ന, ഹറമിനകത്ത് റസൂലുള്ളാഹിയെ സുജൂദ് ചെയ്യുമ്പോൾ ആക്രമിച്ചിരുന്ന സന്ദർഭവും കാലഘട്ടവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ വചനമാണ്. ഒരുപാട് വചനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. ഇന്ന ശിർക ലളുൽമുൻ നദീം, അക്രമങ്ങൾ വെച്ച് ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ അത് റബ്ബിന്റെ കോപത്തിന്, റബ്ബിന്റെ ശക്തമായ ലഅനത്തിന്, നരകം പ്രത്യേകമായി ഒരുക്കി വെക്കപ്പെട്ട ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അക്രമ പ്രവർത്തനങ്ങൾ, ഫിത്ന, സമൂഹത്തിൽ കുഴപ്പങ്ങളെ ഫിത്നയുണ്ടാക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ അല്ലാഹു പറയുന്നു, മൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അല്ലാഹുവിനെ കുറിച്ച് കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക. റബ്ബിന്റെ ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ, അസ്മാഉകൾ, അഫ്ആലുകളുണ്ട്, അതൊന്നും ഇല്ലാത്തത് അവനിലേക്ക് ചേർത്തി പറയുക, ഉള്ളതിനെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഔ കദ്ദബ ബി ആയാതി, അല്ലാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആന്റെ ഒരു വചനം നമ്മോട് കൽപ്പിക്കപ്പെടുമ്പോൾ അതിനോട് നിഷേധ സ്വഭാവവും വെച്ചു പുലർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. വിശുദ്ധ ഖുർആൻ പല കാരണങ്ങളെയും റബ്ബിന്റെ ലഅനത്തിന് വിധേയമാകാനുള്ള കാരണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കാരണങ്ങൾ ഏതൊക്കെയെന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. റബ്ബിന്റെ ശാപത്തിന് വിധേയരായാൽ പിന്നീട് ഒരു രക്ഷ ദുനിയാവിലുണ്ടാവൂല, ആഖിറത്തിലുണ്ടാവൂല എന്ന ഒരു തിരിച്ചറിവായിരിക്കണം വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത് ശക്തമായി മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങൾ, ഏറ്റവും നല്ല മുസ്ലിഹുകളായി ജീവിക്കുവാനുള്ള തൗഫീഖിനെ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കപ്പെടുമ്പോൾ
നമ്മളിങ്ങനെ നമ്മെക്കുറിച്ചൊരു വിലയിരുത്തലുകൾ നടത്തുമ്പോൾ ഓരോ മേഖലകളിലും അബദ്ധങ്ങൾ സംഭവിച്ചൊക്കെ സ്വയം തിരിച്ചറിയും. ആ തിരിച്ചറിയുന്നിടത്താണ് വളരെ ആത്മാർത്ഥമായ തൗബത്തൻ നസൂഹ, ആഴത്തിലുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഖുതുബകൾ, സംസാരങ്ങൾ, പ്രസംഗങ്ങളൊക്കെ കേൾക്കുക, വായിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന അബദ്ധം ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ റബ്ബിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തുക. അല്ലാഹു സംഭവിച്ചു പോയ അബദ്ധങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാണ്. നമ്മുടെ 2 സഹോദരന്മാർ, അവരുടെ ഉമ്മമാര് ഹോസ്പിറ്റലൈസ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. സർജറിക്കും മറ്റും വിധേയരാകാൻ പോകും. അല്ലാഹു ആ സഹോദരിമാർക്ക് പൂർണ്ണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാം അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخل الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.